എടോ വാടോ, അകത്തോട്ട് വാ, എല്ലാരെയും കണ്ടിട്ട് പോവാ. ടീന, എന്താണോ ഇത്? അവിടെ നിൽക്കാൻ. ശരാ പാവം, എത്ര ദൂരം വണ്ടി ഓടിച്ച് ഇവൻ വരെ വന്നത്. ഞാൻ അങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന് വിളിച്ചു നോക്കാം. എടുക്കുന്നുമില്ലല്ലോ. വാട്സാപ്പിൽ എത്ര മെസ്സേജാണ് ഞാൻ അയച്ചിരിക്കുന്നത്. അതും നോക്കത്തില്ല, വിളിച്ചാൽ എടുക്കത്തുമില്ല. അത്രയ്ക്ക് വെറുപ്പായി പോയാ. ഇനി ഞാൻ വിളിക്കത്തില്ല, അത് ഉറപ്പാണ്. മനസ്സിലായ മോളെ ഇത് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. മക്കള് കളിക്കുവാണോ? അനിയെ കൂട്ടുവോ കളിക്കാൻ? ഇത് എന്ത് കളിയാ കളിക്കണേ? മൂക്കറിയോ കളിക്കാൻ? ഞാൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ആണോ? പഠിച്ചു വന്നിട്ട് ആന്റിയെ കൂടി പഠിപ്പിക്കോ? അച്ഛാ, മോളോ? മോളിരിക്കേ. കുറവുണ്ടോ നേരത്തെക്കാളും? വളരെ ആശ്വാസമുണ്ട് മോളെ. ഈശ്വരനായിട്ടാ മോളെ ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. ഇല്ലെങ്കിൽ ഈ മക്കളെ അനാഥരാക്കിയിട്ട് ഞാൻ എന്നേ പോയേനെ. അച്ഛൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ, എല്ലാം ശരിയാവും. എന്താ മോളെ റോഷനെ കൂട്ടാഞ്ഞത്? അല്ല, രണ്ടാളും കൂടി ആണല്ലോ എപ്പോഴും വരാറ്, അതുകൊണ്ട് ചോദിച്ചതാ. അച്ഛൻ ഈ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട് മോളെ. ഇന്നലെ വാങ്ങിച്ച ഈ മരുന്നേ മുടങ്ങാതെ കഴിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരുന്നത്. കഴിക്കണം കേട്ടോ. ഇതിലൊരു സിറപ്പ് കണ്ടില്ലല്ലോ, തീർന്നോ അത്? ഇവിടെ ഉണ്ടാന്റി, ഞാൻ അച്ഛന് കൊടുക്കണത്. ആണോ? മിടുക്കൻ. തീരാറായല്ലോ ഇത്, നമുക്ക് മേടിക്കാട്ടോ. മക്കൾക്ക് ഈ വീട് ഇഷ്ടായോ? ആന്റി ആന്റി, ഇത് ഞങ്ങളുടെ സ്വന്തം വീടാണോ? അല്ല മോനെ, ഇത് നിങ്ങക്ക് തൽക്കാലം താമസിക്കാനായിട്ട് എടുത്ത വീടാ. വിഷമിക്കണ്ട കേട്ടോ, ഉടനെ തന്നെ നമുക്ക് വേറൊരു വീട് വെക്കാവേ. അതെ മക്കളെ. പിന്നെ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെയുള്ള വീട് വേണമെന്ന് ആഗ്രഹം? നിങ്ങൾക്ക് ഓടിക്കളിക്കാൻ വലിയൊരു മുറി വേണം. പിന്നെ അച്ഛനൊരു കട്ടൻ. പൊന്നൊന്നും പറഞ്ഞില്ലല്ലോ. പൊന്നുസിന്റെ ആഗ്രഹം എന്താണ്? നേരത്തെ പൊടി പറ്റാത്തൊരു അടുക്കള വേണം. പിന്നെ പിന്നെ ഒരമ്മേനെ. മക്കള് വല്ലതും കഴിച്ചായിരുന്നോ? ആ നിങ്ങള് കൊണ്ടുവന്നായിരുന്നു. എന്നിട്ട് നിങ്ങൾ കഴിച്ചോ? ആ
ആരാ മോളെ വിളിച്ചത്? റോഷനാണോ? അല്ല മോള് റോഷനുമായിട്ട് പിണങ്ങിയല്ലേ? അത് വേണ്ടായിരുന്നു. അയാള് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ആഹാരം എത്തിച്ചു തരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് കാണപ്പെട്ട ദൈവം തന്നെയാണ്. ഒന്ന് നിക്കണോ? ഞാൻ പറഞ്ഞൊന്ന് കേൾക്കാൻ പറ്റുമോ? അപ്പോട്ടെ ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടോ. ആ പറഞ്ഞ ആളാണ് മോള് ഒന്ന് ശ്രദ്ധിച്ചോളണം. എന്റെ സലീമേ, എന്റെ മോളെ എനിക്ക് നല്ല വിശ്വാസം. നീ എന്നെ അപ്പോട്ടെ എനിക്കും വിശ്വാസം. അതേട്ടാ എന്നോട് ക്ഷമിക്കും. ഒരുപാട് ദിവസം തിരക്കി കിടന്നു മാധവന്റെ വീട് കണ്ടില്ല. അവസാനം സലീം പറഞ്ഞപ്പോഴാ ഇവിടെ താമസിക്കുന്നത്. സോറി. ഈ സഹായി മാധവൻ എല്ലാവരെയും സഹായിച്ചു. അവസാനം മാധവന് സഹായിക്കാൻ ആരും ഇല്ലാണ്ടായി. ഇങ്ങനെ പറയല്ലേ മാധവേട്ട. വന്നുള്ള തിരക്കിയത് മാധവേട്ടനെ. എന്റെ വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവരെ ഞാൻ എല്ലാവരെയും സഹായിച്ചു കൊണ്ടിരുന്നു. അവസാനം ഞാനും എൻ്റെ മക്കളും പെരുവെടുത്തായി. മാധവേട്ട, എനിക്കറിയില്ലായിരുന്നു മാധവേട്ടന്റെ വീടും പറമ്പ് സ്ഥലവും പണയപ്പെടുത്തിയാണ് എന്തെങ്കിലും കിട്ടുന്നത്. എന്നോട് ക്ഷമിക്കുക. അതൊക്കെ കഴിഞ്ഞ കാര്യമില്ലേ പോ. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. എൻ്റെ 2 മക്കൾ, അവരെ കുറിച്ചായിരുന്നു എനിക്ക് വേവലാതി. ഇപ്പൊ എനിക്ക് സമാധാനമായി. കാരണം ഒരു മാലാഹയെ പോലൊരു പെൺകുട്ടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു വന്നു. അവളാണിപ്പോൾ ഞങ്ങളുടെ ഏക ആശ്വാസം. അത് മതി, അത് മാത്രം മതി. എന്ത് പ്രായശ്ചിത്താണ് ചെയ്യേണ്ടത് പറയൂ. ഒരു ജന്മം മുഴുവൻ ഞാൻ മാധവട്ടോട്ട് കടപ്പെട്ടിരിക്കുക. ഒന്നും വേണ്ട അപ്പു, നീ എന്നെ കാണാൻ വന്നല്ലോ, അതിനൊരു സന്തോഷം. സലീം മുമ്പ് വല്ലപ്പോഴും ഒക്കെ ഇവിടെ വരുമായിരുന്നു കേട്ടോ. ഇപ്പൊ അവനും വരാതെ. അല്ല, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലം മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അല്ലടാ? ഒന്നും മനഃപൂർവ്വമല്ല മാധവേട്ട. എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ തിരക്കുമായിരുന്നു. ഓരോരോ ജീവിത തിരക്കല്ലേ. അതിനിടയിൽ ഈ കഴിഞ്ഞ ദിവസമാണ് അറിയണത് മാധവൻ ചേട്ടൻ ഇങ്ങോട്ട് താമസം പറയുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് അപ്പുവേട്ടനെ കണ്ടത്. എന്താണ് അപ്പുവേ, എന്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിപ്പോയത്? എല്ലാം നേരെയാകും മാധവേട്ടൻ, വിഷമിക്കുന്നു. മാധവേട്ടൻ എന്തിനാ വിഷമിക്കും? എല്ലാത്തിനും ഈ മാധവേട്ടന്റെ അപ്പുവിലേക്ക്. ചേട്ടാ, ആ മോനെത്തിയോ? ആ റൂമിൽ ഇങ്ങോട്ട് മാറിക്കിടന്നു. ഞാൻ അവിടെ പോയി നോക്കുന്നു. ജനല് തുറന്നിട്ടാ നല്ല കാറ്റും വെളിച്ചവും കിട്ടും. ഇവിടെ കിടക്കുന്ന എന്തുകൊണ്ടും എനിക്ക് സുഖം. രാത്രിക്കുള്ള ഭക്ഷണം എത്തിയിട്ടുണ്ട്. അല്ല, പിള്ളേരോട് പോയി? ആ, തീരെ മോള് വന്നായിരുന്നു. പിള്ളേരെയും കൂട്ടി പുറത്തേക്ക് പോയി. ആ, എന്തായാലും ഇങ്ങോട്ട് മാറിക്കിടന്ന് നന്നായി. അതിനേക്കാൾ നല്ല സൗകര്യമുണ്ട്. അപ്പം നമ്മളിത് ശ്രദ്ധിച്ചില്ലല്ലേ? ചേടാ, ഇത് എവിടെ പോയതായിരിക്കും? കുട്ടികളെയും കൂട്ടി പോകണമെങ്കിൽ ബീച്ചിൽ പോകാനാണ് സാധ്യത. ക്ഷേത്രത്തിൽ പോകാൻ വഴിയില്ല. ബീച്ച് വരെ ഒന്ന് പോയി നോക്കിയാലോ? ഏയ് വേണ്ട,
അവൾ 2 പ്രാവശ്യം എന്നെ അവോയ്ഡ് ചെയ്തതാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ മുന്നിൽ ചെല്ലേണ്ട കാര്യമില്ല. എങ്കിലും ഇത് എവിടെ പോയതായിരിക്കും? മോൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ. എന്നാലും ടീന കുട്ടികളെയും കൂട്ടി എവിടെ പോയതായിരിക്കും? കുട്ടികൾക്ക് ഐസ്ക്രീമോ വല്ലതൊക്കെ വാങ്ങിക്കൊടുക്കാൻ പോയതായിരിക്കും. അതാണല്ലോ പതിവ്. അല്ല മോനെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ മോൻ സത്യം പറയൂ. എന്താണ് ചേട്ടാ? ചോദിച്ചോ. മോനെ, മോനും ടീനമോളും ഒരുമിച്ചാണ് ഇവിടെ വരാറ്. കുറച്ച് നാളായി രണ്ടുപേരിലും ഒരു അകൽച്ച കാണുന്നു. പരസ്പരം ആലോചിക്കാതെയുള്ള വരവ് പോലെ തോന്നുന്നു. എന്താ മോനെ കാരണം? ഏയ്, അങ്ങനെയൊന്നുമില്ല ചേട്ടാ. അതൊക്കെ ചേട്ടൻ്റെ തോന്നല. ചിലപ്പോൾ ടീനെ വിളിക്കുന്ന സമയത്ത് എനിക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അത് തന്നെ കാരണം. മോനെ, കുറച്ച് നാളായി ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ എനിക്ക് എന്തായാലും മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇവിടെ വരുമ്പോൾ എനിക്കും എൻ്റെ മക്കൾക്കും ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു. ചേട്ടാ, കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഞാനല്ലാതെ മറ്റാരും അവിടെ ഇല്ലായിരുന്നു. അവൾ എന്നോട് ചോദിച്ചു വീട്ടിലാരൊക്കെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അച്ഛൻ, അമ്മ, ഭാര്യ. പെട്ടെന്ന് അവൾ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ വിളിച്ചിട്ട് നിന്നില്ല. പല പ്രാവശ്യം ഞാൻ വിളിച്ചു, അപ്പോഴൊന്നും അവൾ ഫോൺ എടുത്തില്ല. പല പാട്ടിൽ വെച്ച് കണ്ടു, അപ്പോഴൊന്നും അവൾ എന്നെ നോക്കുന്നേ ഇല്ല. അതാണ് ചേട്ടാ ഇന്നലെ ഇവിടെ സംഭവിച്ചത്. എന്നെ കണ്ട ഉടനെ അവൾ ഇറങ്ങിപ്പോയിക്കളാണ്. ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ. എടാ മോനെ, നീ സമാധാനിക്ക്. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. ചേട്ടാ, ഈ കഴിഞ്ഞ ദിവസം 2 പേര് വന്നില്ലേ? അവരാരാ? അവരെ മോൻ അറിയില്ലല്ലേ? അതാണ് അപ്പുകുട്ടനും സലിമും. എന്താ മോനെ അങ്ങനെ ചോദിച്ചത്? ഏയ്, ഒന്നുമില്ല. ഒന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചാ. അല്ല, അയാളുമായിട്ട് എങ്ങനെയാ അടുപ്പം? ആര്? അപ്പുകുട്ടനോ അതോ? അപ്പുകുട്ടൻ. അതോ? മോനെ, അതൊരു വലിയ കഥയാണ്. അത് പറയാനാണെങ്കിൽ ഇന്നൊരു ദിവസം പോരാതെ വരും. എങ്കിലും ഒന്ന് ഞാൻ എല്ലാം പറയാം. പണ്ട് ഈ മാധവന്റെ പേരിന് മുമ്പ് നാട്ടുകാരിട്ട് തന്ന ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നു, സഖായി. സഖായി മാധവൻ. അങ്ങനെ നാട്ടുകാർക്ക് ഞാൻ സഖായി മാധവനായി. അങ്ങനെ ഞാൻ സഖായി മാധവനായി. ആ പേര് പോലെ തന്നെ ഞാൻ എല്ലാവർക്കും ഒരു സഖായിയായി മാറി. എൻ്റെ വീടും സ്ഥലവും വിറ്റിട്ട് വരെ ഞാൻ ഓരോരുത്തരെ സഹായിച്ചു. ഞാൻ സഹായിച്ചവരിൽ ഒരാളായിരുന്നു അപ്പുകുട്ടനും. എൻ്റെ ഈ അവസ്ഥയിൽ പോലും എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അല്ല, ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാനിതൊക്കെ ചെയ്തത്. എങ്കിലും എനിക്ക് വയ്യാതായപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ആരുമില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ. എല്ലാം വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചു. ഞാൻ വിചാരിച്ചു അവനും വരില്ലെന്ന്. അപ്പു പക്ഷെ അവൻ വന്നു കേട്ടോ എന്നെ കാണാൻ. എനിക്ക് സന്തോഷമായി. അവൻ സ്നേഹമുള്ളവനാ. ആ, ഇത് ആന്റി വാങ്ങി തന്നതാണോ? എന്നിട്ട് ആന്റി എന്തിയെ? അങ്കിളിന്റെ വണ്ടി ഇരിക്കണ കണ്ടിട്ട് ആന്റി പോയി. എന്നിട്ട് അണ്ണൻ എന്തിയെ? അണ്ണന്റെ വരുന്നുണ്ട്. അച്ഛൻ മരുന്ന് കഴിച്ചാ? ഇല്ല മക്കളെ, അങ്കിളിതേ ഭക്ഷണം കൊണ്ടുവന്നതേ ഉള്ളൂ. അത് കഴിച്ചു കഴിഞ്ഞ് അച്ഛൻ മരുന്ന് കഴിച്ചോളാം കേട്ടോ.